ഹായ് ഫ്രണ്ട്സ്, ഇന്നപ്പോൾ ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. ഇന്ന് ദേവുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്തൊക്കെയാണ് ഉണ്ടായതെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് ബർത്ത്ഡേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞങ്ങളിന്ന് വിചാരിച്ചു ഒന്ന് മുട്ട ബിരിയാണിയും അതുപോലെ ചിക്കനും പൊരിക്കാന്ന് കേട്ടോ. അപ്പം അച്ഛനും അമ്മയും രാവിലെ തന്നെ വളയനാട് അമ്പലത്തിലേക്ക് പോയതാണ്. ഞങ്ങൾ 5 പേരേ ഉള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പം ഞങ്ങളിതാ രാവിലെ തന്നെ ചായൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ മുട്ട ബിരിയാണി ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിന്ന് കേട്ടോ. ചിക്കൻ പൊരിക്കാനും നിന്നേ. അപ്പോൾ ഇതിൻ്റെ ചിക്കൻ്റെ റെസിപ്പി വീഡിയോ ഇതിന് മുന്നേ ഇട്ടതാണ് കേട്ടോ. അപ്പം ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോഴേക്ക് ഇതാ മുട്ട ബിരിയാണി ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയുമല്ലോ. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ചിക്കനൊക്കെ പൊരിച്ച് അതും കഴിഞ്ഞു കേട്ടോ. ചിക്കൻ പൊരിച്ചതിനാണ് ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും ആൾ കൂടുതൽ വേണ്ടവേ. പിന്നെ ഇതാ ഇപ്പോൾ ബിരിയാണി പൊട്ടിക്കൽ ചടങ്ങിലേക്ക് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണ് ഈ ബിരിയാണി മിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇതാക്കണം ഓരോ ദൈവം ഇതവിടെ നോക്കി നിൽക്കുകയാണ് ബിരിയാണി ഇപ്പം കഴിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പം ഞാൻ ഒക്കെ എടുത്ത് ഞങ്ങളിതാ നന്നായി എല്ലാം മിക്സ് ചെയ്ത് ഒക്കെ റെഡിയാക്കുകയാണേ. അപ്പോൾ ഇതിലധികം മസാലയൊന്നും ഇട്ടില്ല കേട്ടോ, കാരണം മസാല അധികം ഉള്ളത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ നെയ്ച്ചോറല്ല എന്നാൽ ബിരിയാണിയാണ്, അങ്ങനത്തെ സെറ്റപ്പിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളിതെല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവമോള് പിന്നെ ഇതിലാണ് ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും അവിടെ ഇരിക്കാമെന്ന് എഴുതിയേ. പിന്നെ ഇതെല്ലാവർക്കും ഇങ്ങനെ വിളമ്പുകയാണ്. അച്ഛനും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാട്ടോ ഭക്ഷണം കഴിക്കുക. പൊതുവേ എല്ലാവരും കൂടെ ഒരുമിച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കാറ് ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ കേട്ടോ, ഞായറാഴ്ചയൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തോ നേട്ടം കാണിച്ചില്ല. ചിക്കൻ പൊരിച്ചത് കാണുന്നത് പെട്ടെന്ന് തീരെ. അപ്പം അനാഷ് പറയായിരുന്നു ഇങ്ങനെ കഴിക്കാനാണിത് ടേസ്റ്റ് എന്നിട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴാണ് കേക്ക് മുറിക്കാൻ വേണ്ടി നിന്നത്. പിന്നെ ഈ കേക്ക് പ്രത്യേകിച്ച് പറയുന്നത് നിഖിലേച്ചി ആണ് കേട്ടോ. യമ്മി സ്വീറ്റ്സ് കേക്കാണ്. നല്ല അടിപൊളി കേക്കായിരുന്നു. ഞങ്ങൾ ഫ്ലേവർ പറഞ്ഞത് ബട്ടർ സ്കോച്ച് ചെയ്യുന്നു കേട്ടോ. അടിപൊളി കേക്ക് ചെയ്യുന്നു കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഞങ്ങളെ ഈ ചുറ്റുവട്ടത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണേ. അഫോർഡബിളും ആണ് കേട്ടോ ഒന്നും കൂടെ ബാക്കിയുള്ള അപേക്ഷിച്ച്. പിന്നെ ഞങ്ങൾ നേരെ ഒന്ന് വെറുതെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് ചാലിയം പോയേ. ഞങ്ങൾ പോയതിന് വേറൊരു ലക്ഷ്യം എനിക്കും ദേവനും ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒന്ന് കളിച്ച് നോക്കാമെന്നും കൂടെ വിചാരിച്ചിട്ടാട്ടോ പോയത്. അവിടെ എത്തിയപ്പോഴാണ് ഒരു പൂരത്തിനുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, എങ്ങനെ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു, അത്രയൊന്നും കോൺഫിഡൻസ് ഞങ്ങൾക്കില്ലല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ മെല്ലെ നടന്ന് ഒരുപാട് ദൂരെയായിരുന്നു കേട്ടോ വണ്ടി നിർത്തി. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ടായിരുന്നേ. അങ്ങനെ വണ്ടിയൊക്കെ നിർത്തി ഞങ്ങളിങ്ങനെ നടക്കുകയാണേ. പിന്നെ കണ്ടോ, പിന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ഒക്കെ കിട്ടി. ഞങ്ങളും കളിച്ചു ഡാൻസ്. അപ്പോൾ ഈ ഡാൻസ് വീഡിയോ അങ്ങ് പിന്നാലെ വരെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഈ ഡാൻസ് കളിച്ച് ഞങ്ങൾ പോരുമ്പോൾ നല്ല ലേറ്റായേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട്